ഹേ ഗായ്സ്, അപ്പോൾ ദേ രാവിലെ പപ്പ ഒരിസയ്ക്ക് പോയി കേട്ടോ. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എറണാകുളത്താണ് നമ്മൾ രാവിലെ കൊണ്ടാക്കിയത്. ഞാനും അപ്പും അമ്മയും കൂടിയാണ് കേട്ടോ പോയത്. അപ്പോൾ ദേ പപ്പ പോയപ്പോൾ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടായിരുന്നു ഗായ്സ്. അപ്പോൾ ദേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വെളുപ്പിന് 4 മണിയായപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ. എറണാകുളത്ത് എത്തിയപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ എത്തിയത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ കാറ് പാർക്ക് ചെയ്യാനായിട്ട് അപ്പു പോയതാണ് കേട്ടോ. അപ്പു വന്നിട്ട് വേണം നമ്മൾ അകത്തോട്ട് കയറാനായിട്ട്. നമ്മൾ വന്ന ടൈമിൽ തന്നെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഏത് കമ്പാർട്ട്മെൻ്റ് ആണെന്ന് നോക്കണം. പപ്പ എ സിയിലാണ് കേട്ടോ ബുക്ക് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ സീറ്റ് നോക്കിയിട്ട് വേണം ഇരിക്കാനായിട്ട്. നമ്മൾ അകത്തോട്ട് കയറുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും കയറുന്നുണ്ട്. കുറച്ച് നേരത്തേക്ക് ട്രെയിൻ ഇട്ട് വെച്ചേക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അകത്തോട്ട് കയറിയത്. 7:20 ആകുമ്പോഴാണ് ട്രെയിൻ മൂവ് ആവുന്നതെന്നാണ് പറഞ്ഞത്. നമ്മൾ 7 മണിയൊക്കെ അപ്പോഴേ ട്രെയിനിൻ്റെ അകത്ത് കയറിയായിരുന്നു. കയറി നമ്മൾ സീറ്റൊക്കെ നോക്കി. പപ്പയ്ക്ക് അപ്പം മേളിലാണ് കേട്ടോ കിട്ടിയത്, താഴത്തെ സീറ്റല്ല. പിന്നെ നമ്മൾ കുറേ നേരം 20 മിനിറ്റോളം നമ്മൾ അകത്തിരുന്ന് ഇനിയിപ്പോൾ അതേ കാപ്പി കുടിക്കാനായിട്ട് പുറത്തിറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ കാപ്പി കുടിച്ചു. നമ്മൾ വേണ്ട ട്രെയിൻ അപ്പോൾ എടുക്കാൻ ടൈമായി. അതുകൊണ്ട് പപ്പയോട് നമ്മളെല്ലാവരോടും യാത്ര പറഞ്ഞ് പപ്പ ട്രെയിനിനകത്ത് കയറുവാണ് കേട്ടോ. ഗായ്സ്, അപ്പോൾ പപ്പ 1 ഇയർ ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. മെഡിക്കൽ ലീവ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ മിസ്സിങ് ഇല്ലായിരുന്നു. പെട്ടെന്ന് പപ്പ ഒരിസയ്ക്ക് പോവാന്നൊക്കെ കേട്ടപ്പോൾ നമുക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് പപ്പാനെ. ഗായ്സ്, അപ്പോൾ പപ്പയുടെ ട്രെയിൻ എടുത്തിട്ടുണ്ട്. പപ്പ പോവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, സീ യു.